പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ നാട്ടിൽ ജനങ്ങളെ സേവിക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു പദവിയുമില്ലാതെ ജനങ്ങളെ സേവിക്കുന്ന ആളുകളുണ്ട്, പൊതുപ്രവർത്തകരായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒപ്പം ഓരോ ചെറിയ ചെറിയ പദവികളൊക്കെ ഏറ്റെടുത്ത് മെമ്പറായിട്ടും പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പദവി ലഭിക്കുമ്പോൾ കിട്ടുന്ന സ്വീകാര്യത അത് വേറെ ഒന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു പ്രധാനമന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഒക്കെ ഓരോ ജനങ്ങളെ സേവകരായിട്ടൊക്കെ തന്നെ നമ്മൾ കണക്കാക്കുന്നത്. അതിൽ രണ്ട് കൂട്ടരെയാണ് ഞാൻ പ്രധാനമായിട്ടുള്ള ഒരു ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സേവകരായിട്ട് കരുതുന്ന രണ്ടാളുകളുണ്ട്. മെമ്പറും മറ്റ് പഞ്ചായത്ത് മെമ്പറൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ ജയിച്ച് വളർന്ന് വലുതാവുന്ന ഒരാൾക്കാരായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആളുകളിൽ ഒരു ടീമാണ് MLA മാർ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 140 MLA മാർ നമുക്കുണ്ട്. അതുകൂടാണ്ട് MP മാർ, കേരളത്തിൽ നിന്ന് 20 MP മാരുണ്ട്. നിയമസഭയിലേക്കുള്ള മെമ്പർമാരും പാർലമെൻറ്റിലേക്കുള്ള മെമ്പർമാരും. അപ്പോൾ ഇത് ഒരു മത്സരത്തിൻ്റെ ഏറ്റവും ഒരു ഉന്നതമായ പദവിയിൽ എത്തിച്ചേർന്ന് മത്സരിച്ച് ജയിച്ച് മന്ത്രിയാവാൻ, സംസ്ഥാന മന്ത്രിയാവാനും കേന്ദ്ര മന്ത്രിയാവാനൊക്കെ യോഗ്യരായി തീരുന്ന തരത്തിലുള്ള മെമ്പർമാരാണ് ഇവരെല്ലാവരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു MLA ആയിട്ട് മത്സരിക്കാൻ സീറ്റ് കിട്ടണമെന്ന്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പിന് ആളുകളെ നിർത്തുന്നു. ഒരു മണ്ഡലത്തിൽ തന്നെ 5ഉം 6ഒക്കെ ആളുകൾ MLA പദവിയിലേക്ക് മത്സരിക്കുന്നു. അതിലൊരാൾ മാത്രം ജയിക്കുന്നു എന്നുള്ളതാണ് മത്സരം. അങ്ങനെ ഒരാൾ ജയിച്ച് അധികാരത്തിൽ 140 പേര് MLA മാരായിട്ട് വരുന്നു. അപ്പോൾ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ MP മാർ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ MP മാർ ഞങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ പലരും പലതരത്തിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സുധാകരൻ, കണ്ണൂരുള്ള നമ്മുടെ എം പി ആയിട്ടുള്ള മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയിട്ടുള്ള സുധാകരന് MLA ആകാനായിട്ടൊരു മോഹം, അദ്ദേഹത്തെ ജനത്തെ സേവിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ടുള്ള കുറിപ്പുകളൊക്കെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് മത്സരരംഗത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു MLA ആയിട്ട് മത്സരിക്കാൻ എന്നാണ്. ഒറ്റ ലക്ഷ്യമുള്ളൂ, നമ്മളെല്ലാവരും ചോറിൽ നിന്ന ആൾക്കാരല്ലേ. ഇവിടെ MP മാർ ഇനി MP സ്ഥാനത്ത് നിന്ന് മാറി MLA ആയിട്ട് മത്സരിച്ച് ജയിച്ചാൽ ഇവർക്കൊക്കെ ഒരു മന്ത്രിസ്ഥാനം കിട്ടും. അപ്പോൾ MP-നേക്കാളും വലിയ പദവിയാണ്, അല്ലെങ്കിൽ MLA-നേക്കാളും വലിയ പദവിയാണ് മന്ത്രി. സ്വാഭാവികമായിട്ടും മന്ത്രിയായിട്ട് മാറും. ഇനി സുധാകരനൊക്കെ വേണമെങ്കിൽ MLA ആയിട്ട് ജയിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും കൂടി പരിഗണിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയായിട്ടൊക്കെ വരും. ഇത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അധികാരം എന്ന് പറയുന്നത് ഒരു ലഹരിയാണ്, ഒരു പ്രത്യേകതര ലഹരിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ ലഹരിയാണ് ഇവരിങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാൻ ഒരു MP സ്ഥാനമോ ഒരു മെമ്പർ സ്ഥാനമൊക്കെ ആയിട്ടൊക്കെ മതി ജനങ്ങളെ സേവിക്കണമെന്നുണ്ടെങ്കിൽ. ഇത് മാത്രമുള്ള ലക്ഷ്യം എന്നുള്ളത് ഏത് പൊട്ടനും അറിഞ്ഞൂടെ? നമ്മളൊക്കെ മണ്ടന്മാരാക്കിയല്ലേ സത്യത്തിൽ ഇവർ. MP-മാർ ആ സ്ഥാനം രാജിവെച്ചിട്ടൊന്നും അല്ല MLA ആവുന്നത്. MLA ആയിട്ട് മത്സരിക്കുന്നു, MLA ആയിട്ട് തോറ്റു കഴിഞ്ഞാൽ അവർ MP സ്ഥാനത്ത് തുടരുന്നു. അപ്പോൾ ഇവർക്കറിയാം എന്തെങ്കിലും നഷ്ടപ്പെടുകയും ചെയ്താൽ നഷ്ടപ്പെടുകയില്ല, ഏതെങ്കിലും ഒരു സംഭവം കിട്ടുകയും ചെയ്യും. ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവർ ഈ കളി കളിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളൊരു നാട്ടുകാരെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ജനങ്ങളെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് MP ആയിട്ടുള്ള ആരെങ്കിലും MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ കെട്ടിവെച്ച കാശിന് കൊടുക്കരുത്, തോപ്പിച്ചാണ് പിന്നെ അവനെ അടുത്ത വർഷം, പിന്നെ ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞ് MP ആയിട്ട് മത്സരിക്കാൻ വന്നാൽ ചൂലെടുത്തടിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നാണം കെട്ട, എനിക്കങ്ങനെ പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം ഉളത്തരമാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെയൊക്കെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദയവായിട്ട് MP-മാരായിട്ട് തുടരുക, പുതിയ MLA-മാരായിട്ടുള്ള ആളുകൾ മത്സരിക്കുക. എന്നിട്ട് അർഹിക്കുന്ന ആളുകളെ, നാടിന് ഗുണമുണ്ടാകുമെന്ന് ഉറപ്പുള്ള ആളുകളെ വിജയിപ്പിക്കുക. അവരിൽ നിന്നൊക്കെ മന്ത്രിമാരും മറ്റുള്ളവരൊക്കെ കയറി വരട്ടെ, ആയി വരട്ടെ. അതല്ലേ അതിൻ്റെ ശരി, അങ്ങനെയല്ലേ?